അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വലിയ പ്രസംഗം പറയാൻ ഞാൻ സഖാഫിയോ അഹ്സനിയോ ഒന്നുമല്ല. സാധാരണ നമ്മുടെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള 1-ാം ക്ലാസ് മുതൽ ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അത്ര ബിരുദമുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് ഒരുപാട് കാലമായിട്ടൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ എൻ്റെ ഉമ്മക്കൊരു പറ്റു വെച്ചു കൊടുത്തു. ഒരു 2 വർഷം മുമ്പ് ഒരു നബിദിനത്തിന് എൻ്റെ പ്രസംഗം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉമ്മ പറഞ്ഞു കമ്മിറ്റിക്കാരെന്നെ പിടിച്ച് പുറത്താക്കുന്നു. കാരണം എൻ്റെ വിഷയം വേറെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ഒന്ന് പ്രതികരിക്കണം എന്നതായിരുന്നു എൻ്റെ വിഷയം. അപ്പൊ അത് ഞാൻ ഒഴിവാക്കി. 2ാമത് കൊണ്ടുവന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഇപ്പൊ നമുക്ക് സമയമല്ല, നമുക്ക് ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെട്ടത് കൊണ്ട് അപ്പൊ അത് പറയുന്നില്ല. ഒരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ക്ഷമിക്കണം, ചിലപ്പം പ്രസംഗമാവില്ല, ചിലപ്പം കഥയാകും. കാരണം പ്രാസംഗികനല്ല. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മളെല്ലാവരും ദിവസവും മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് മൊബൈൽ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന ഐബത്ത് നമീമത്ത് അതിലൂടെ നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഐബത തഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബ. ഐബത്ത് നിങ്ങൾ അമലുകളെ തിന്നുകളയും. എങ്ങനെ? തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ ഐബത്ത് നിങ്ങൾ അമലുകളെ തിന്നുകളയുമെന്ന് ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ചരിത്രം പറയട്ടെ. ആലിമീങ്ങള്, പണ്ഡിതന്മാര് അവരവർ പറയുന്ന കാര്യത്തിൽ, എഴുതുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പേടിച്ചിരുന്നവരാ. ബഹുമാനപ്പെട്ട ദുന്നൂറുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ കാട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ അടുത്തുപോയി സലാം പറഞ്ഞു. സലാം മടക്കി. പിന്നെ ചോദിച്ചതിന് മറുപടിയൊന്നുമില്ല. ചോദിച്ചോ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ആ മനുഷ്യൻ ഒരു കൊള്ളിയെടുത്തുകൊണ്ടങ്ങ് എഴുതി കൊടുത്തു. മുനിഅൽ ലിസാനു മിനൽ കലാമി ലിയന്നഹു കഹുഫുൽ ബലാഇ വജാലിബുൽ ലാഫാതി വഇദാ നതഖത കുല്ലി റബ്ബിക ദാകിറ ലാ തൻസഹു വഹ്മദുഹു ഫിൽ ഹാലാതി. നാവ് കൊണ്ട് സംസാരിക്കില്ല എന്ന് തീരുമാനമെടുത്തു പോയി. മുനിഅൽ ലിസാനു മിനൽ കലാം, നാവിനെ സംസാരത്തിൽ നിന്ന് വിലക്കേർപ്പെടുത്തി പോയി. എന്താ കാരണം? ലിഅന്നഹു ഹദഫുൽ ബലാ, സർവ പരീക്ഷണങ്ങളും കൊണ്ടുവരുന്നത് നാവാണ്. വജാലിബുൽ ആഫാത്ത്, സർവ വിപത്തുകളും കൊണ്ടുവരുന്നത് നാവാണ്. ആ മഹാനുഭാവൻ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഒരു കൊള്ളിയെടുത്ത് എഴുതി കൊടുക്കുക. സർവ്വ ആഫത്തുകളും സർവ്വ വിപത്തുകളും കൊണ്ടുവരുന്നത് നാവാണ്. അതുകൊണ്ട് നിന്റെ നാവിനെ സൂക്ഷിച്ചോ. എന്ത് കാര്യം പറയുമ്പോഴും റബ്ബിനെ സൂക്ഷിക്കണം. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും, രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും, കൂട്ടുകാരോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ബാപ്പയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. റബ്ബിന്റെ കോടതിയിൽ ഇത് വെളിവാകും. അപ്പോ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ പറയാവൂ. ആ മഹാനുഭാവൻ നാവിന് വിലക്കേർപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ദുന്നൂറുൽ മിസ്രി തങ്ങളൊരു കൊള്ളിയെടുത്തുകൊണ്ട് ഇപ്പുറത്തങ്ങ് എഴുതി കൊടുത്തു. വമാ മിൻ കാതിബിൻ ഇല്ലാ സയുബ്ലാ വഇൻദല്ലാഹി മാ കതബത് യദാഹു. ഏതൊരു എഴുത്തുകാരനും ഒരു പരീക്ഷണം വരുന്ന നേരം വരാനുണ്ട്. അത് ദുനിയാവിന്റെ നേരമല്ല, എഴുതിയത് മുഴുവനും ഹാജരാക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. എന്നിട്ട് ദുന്നൂറുൽ മിസ്രി തങ്ങളുടെ ഉപദേശം, വലാത്ത് കുതുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ബിൽ ഖിയാമത്തി അൻതറാഹു. ഓ പൊന്നുമോനെ, നീ എഴുതുമ്പോ സൂക്ഷിക്കണം. ഏത് കാര്യം നീ എഴുതുമ്പോഴും സൂക്ഷിക്കണം. അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ നീ എഴുതാൻ പാടില്ല. അപ്പോ
എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണ മെസ്സേജുകൾ അയക്കുമ്പോൾ സ്മൈലി ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഫോട്ടോ പിക്ചർ, നമ്മുടെ ഒരു പുതിയൊരു രൂപം ഉണ്ടല്ലോ വാട്സപ്പിലൊക്കെ, ഒരു ചെറിയൊരു ഇമോജിയൊക്കെ ആക്കിയിട്ട് പരിഹാസ്യ രൂപേണ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കും. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ നാളെ വെളിവാകും. അതുകൊണ്ട് ഐബത്ത് നമീമത്തിനെ കുട്ട് നിങ്ങൾ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. അള്ളാഹു നമ്മെ എല്ലാവരെയും ഐബത്ത് പറയുന്നവരിൽ നിന്ന്, നമീമത്ത് പറയുന്നവരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാര്, റഹ്മാനെ, ഞങ്ങളെ ആവോളം സ്നേഹിച്ച ഞങ്ങളെ ഉപ്പമാര് ഇന്നിവിടെ ഇല്ല റബ്ബേ. ഈ പാപികളായ ഞങ്ങളുടെ ഹസനാത്തുകൾ ഞങ്ങളുടെ വാപ്പമാർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.